മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ കാട്ടാന ഒറ്റക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാനയാണ് പ്ലാന്റിലെത്തിയത്. ഇവിടെ സോളാർ വേലി സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. ജെയിൻസ് രാജു ടെലിഫോൺ ലൈനിൽ ചേരുന്ന വിവരങ്ങളുമായി. ജെയിൻ, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ ഒറ്റക്കൊമ്പൻ അവിടെ എത്തിയത്? ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന പതിവുള്ള ആളാണെന്ന് തോന്നുന്നു. ഇതിനു മുൻപും ജെയിൻ പറഞ്ഞതായാണ് എൻ്റെ ഓർമ്മ. തീർച്ചയായിട്ടും സ്ഥിരം ഈ ആന ഇപ്പോൾ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിൽ എത്തുന്നുണ്ട്. സാധാരണ പടയപ്പയാണ് സ്ഥിരമായി ഈ പ്ലാന്റിൽ എത്തിയിരുന്നത്. അതിനുശേഷം എത്തിയ മറ്റ് കൊമ്പനാനയാണ് ഈ ഒറ്റക്കൊമ്പൻ എന്ന് പ്രദേശവാസികൾ വിളിക്കുന്ന ഈ കാട്ടാന. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ കാട്ടാന പ്ലാന്റിലെത്തിയത്. നമുക്കറിയാം, ഇവിടെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വന്യജീവികളടക്കം സ്ഥിരമായി ആ മേഖലയിലേക്ക് എത്തുന്നതാണ്. അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ അടക്കം കർശന നിർദ്ദേശം വന്നതിന് പിന്നാലെയാണ് സോളാർ ഫെൻസിങ് സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചത്. ഇപ്പോൾ സ്ഥിരം ആന വരുന്ന വഴിയിലൂടെയല്ല കഴിഞ്ഞ ദിവസം എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വഴിയിലൂടെ ഈ പ്ലാന്റിന്റെ അകത്തേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷം അവിടെ ഈ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം അത് പൊളിയാതെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഈ ആന തള്ളി മറിച്ചിടുന്നുണ്ട്. എന്തായാലും സോളാർ ഫെൻസിങ് പൂർണ്ണമായും സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ വന്യജീവികൾ ഈ പ്ലാന്റിന്റെ അകത്തേക്ക് കയറുന്നത് തടയാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും അത് വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തിലാണ് പഞ്ചായത്ത് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോഴും ജോലികൾക്കൊക്കെ തടസ്സമാകുന്നത് ഈ വന്യജീവികൾ പകൽ സമയത്ത് പോലും ഈ പ്ലാന്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്.